റെസിപ്പി വെജ് നൂഡിൽസ് ആണ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അതേ ടേസ്റ്റിൽ കിട്ടുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ തിളച്ച വെള്ളത്തിലേക്ക് ഈ നൂഡിൽസ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നൂഡിൽസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ എള്ളെണ്ണ, ഒലിവ് ഓയിൽ ഏതെങ്കിലും ഒക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നൂഡിൽസിന് ആവശ്യമുള്ള ഉപ്പ് ഈ വെള്ളത്തിൽ കുറച്ചധികം നിൽക്കുന്ന പോലെ വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഇനി അതും കൂടെ ചേർത്തിട്ട് ഇതാണ് ഞാൻ ചേർക്കുന്ന നൂഡിൽസിൻ്റെ പാക്കറ്റ്. ഇങ്ങനത്തെ 2 പാക്കറ്റാണ്, ഇൻഡോമിൻ്റെ പാക്കറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാക്കറ്റിൽ ഒരു നൂഡിൽസ് ഇതുപോലെ ഇങ്ങനെ പകുതിയാക്കിയിട്ട് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ ഫ്ലേവേഴ്സ് ഇതൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് കുക്കായിട്ടുണ്ട് ഇത്. ഇനി ഇത് ഓവർ കുക്കാകാൻ പാടില്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോകും. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഈ വെള്ളത്തിൽ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ നൂഡിൽസ് വളരെ കുഴഞ്ഞു പോകും. അതിലും നല്ലത് ഇതുപോലെ നൂഡിൽസ് വേവിച്ചെടുക്കുകയാണ് നല്ലത്. ഇപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്, ഇനി നമുക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ നല്ല തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ ഈ നൂഡിൽസ് മാറ്റിയിടുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഈ നൂഡിൽസ് ഇനിയും തണുത്ത വെള്ളത്തിലേക്ക് 2-3 പ്രാവശ്യം കഴുകിയെടുക്കാം. ഇതുപോലെ കഴുകിയെടുത്തതാണ് ഞാനിങ്ങനെ. ഇത് വളരെ ഒറ്റയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്, ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനിയും അത് കുഴഞ്ഞു പോകാതെ ഒറ്റയായിട്ട് നമുക്ക് കിട്ടും. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു കടായി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വരെ ഒലിവ് ഓയിലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ എള്ളെണ്ണ. എള്ളെണ്ണയും വളരെ നല്ലതാണ്. വെളിച്ചെണ്ണ മാത്രം ഇതിനൊഴിക്കരുത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ്, നൂഡിൽസിൻ്റെ ഒരു സ്മെല്ല് മാറിപ്പോകും. ഇതിലൊരു 3 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പ്രിംഗ് ഓനിയൻ്റെ ആ വെളുത്ത ഭാഗമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞതാണ്, സ്പ്രിംഗ് ഓനിയൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പകുതി കഷ്ണം ക്യാരറ്റാണ്, അതും നീളത്തിൽ അരിഞ്ഞത്. പിന്നെ നൂഡിൽസ് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ വെജിറ്റബിളും നീളത്തിൽ തന്നെ കട്ട് ചെയ്യണം. അതുപോലെ വളരെ തിന്നായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ക്യാബേജും ഒരു ചെറിയ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഗ്രീൻ പീസോ ബീൻസ് ഇതൊക്കെ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഞാൻ കുറച്ചധികം ചേർക്കുന്നത് കാരണം എനിക്ക് ക്യാപ്സിക്കത്തിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് അധികം കുക്കായി കിട്ടണ്ട, ജസ്റ്റ് ഒന്ന് ഹാഫ് കുക്കിൽ തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യണം. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾസിന് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ നൂഡിൽസിൽ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം രണ്ടാമത് ഉപ്പ് ചേർക്കുമ്പോൾ. പിന്നെ കുരുമുളക്, ഞാനിവിടെ ഒരു ടീസ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ട, നൂഡിൽസ് നല്ല ഒറ്റയായിട്ട് തന്നെ വേറിട്ട് നമുക്കിത് കിട്ടുന്നുണ്ട്. ഒട്ടും തന്നെ ഇത് ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇനി ഇത് ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് അധികം ഇളക്കി കൊടുക്കുന്നതിലും ഭേദം നമുക്ക് 2 സ്പൂണ് വെച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ മിക്സ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നൂഡിൽസ് നന്നായിട്ട് നമുക്ക് എല്ലാ സ്ഥലത്തേക്കും വെജിറ്റബിൾസൊക്കെ എല്ലായിടത്തും നമുക്ക് മിക്സായി കിട്ടും. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ നൂഡിൽസ് മിക്സ് ചെയ്യാൻ. ഇനി നമുക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സോയാ സോസ് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വിനാഗിരി, 1 ടേബിൾ സ്പൂൺ വരെ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് കെച്ചപ്പോ ചില്ലി സോസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫൈനലായിട്ട് നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഓനിയൻ്റെ ആ ഗ്രീൻ കളറ് ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.